ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആണ്. നോമ്പിനും അല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കാണിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന പോക്കറ്റ് ഷവർമയാണ്. കുറച്ച് ബ്രെഡും വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഇത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. വലിയ പീസാക്കി ഫ്രൈ ചെയ്തതിന് ശേഷം പിച്ചെടുക്കാനും പറ്റും. രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവയൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒരു അരമുറി ചെറുനാരങ്ങയൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട. ഒരുപാട് ഓയിൽ ഒഴിക്കുമ്പോൾ അതൊരു ഫ്രൈയുടെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ഓയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനത്തെ കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാനോ അല്ലെങ്കിൽ അയണിൻ്റെ പോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക. ഇതിലിങ്ങനെ ചിക്കനും ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇതിൽ ഫ്രൈ ചെയ്യുമ്പം നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കും. ഇങ്ങനത്തെ പാനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് നോക്കണ്ടോ. നല്ല ടേസ്റ്റാണ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. സാധാരണ നമ്മൾ നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കൂടുതലൊരു ടേസ്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതുപോലെ ഇതിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. അതുപോലെ ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാനിന് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി. ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചമർത്തി എടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ തിരിക്കണം കേട്ടോ. ഞാൻ പിന്നെ കത്തി വെച്ചിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തെടുത്തപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റി. പിന്നെ ഇത് ഈ മൂടി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അറിയില്ല, നന്നായിട്ട് ഒട്ടിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ചിലതിനൊക്കെ വിട്ടു പോന്നിരുന്നു. 1-2 സൈഡൊക്കെ വിട്ടിരുന്നു. അത് ഞാൻ മൈദ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്ത്. പിന്നെ ചില ടൈപ്പ് ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞ് പോണ ടൈപ്പ് ബ്രെഡ് ഉണ്ടോ, നാട്ടിലൊക്കെ ചിലപ്പം കിട്ടാറുണ്ട്. ആ ബ്രെഡ് ചിലപ്പോൾ ഇങ്ങനെ ഒട്ടി കിട്ടൂല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടീസ്പൂൺ നിറയെ കോൺഫ്ലോറോ മൈദ എന്തെങ്കിലും ഒന്ന് രണ്ടിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതൊന്ന് അവിടെ മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചതാണ്. ഇതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, അതുപോലെ ഉള്ളി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് കുറക്കുകയൊക്കെ ചെയ്യുക. ചിലർ തക്കാളി ഇടാറുണ്ട്. ഇവിടെ തക്കാളി ഇടുന്ന അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കുക്കുംബർ വളരെ ചെറിയ ടൈപ്പ് കുക്കുംബറാണ്. അത് സാധാരണ കുക്കുംബറിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇടുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കുക്കുംബർ ഇട്ടാലും മതി. അപ്പോൾ ഇതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു സ്പൂണ് നിറയെ എടുത്തിട്ടില്ല. ഇത് ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്, ഭയങ്കര സ്പൈസി അല്ല. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അടിയിലേക്കൊക്കെ ഒന്ന് എത്തുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീരൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. അതുപോലെ മയോണൈസ് ഇട്ട് കൊടുക്കുക. മയോണൈസ് നമ്മൾ ചില്ലി മയോണൈസും സാധാരണ നോർമൽ മയോണൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂടുതൽ ഇഷ്ടം ചില്ലി മയോണൈസാണ് കേട്ടോ. പിന്നെ എനിക്ക് മയോണൈസ് സാധാരണ മയോണൈസ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് അത് ഇട്ടിട്ടുണ്ട്. ചില്ലി മയോണൈസ് പിന്നെയും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിട്ട് മിക്സാക്കി നോക്കുക ആദ്യം. എന്നിട്ട് ഒരു ഡ്രൈ ആയ രൂപത്തിലല്ല ഉണ്ടാവുക, കുറച്ചൊക്കെ ഒരു നനവുള്ള രൂപത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി മയോണൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ മയോണൈസോ ചില്ലി മയോണൈസോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പ്ലെയിൻ മയോണൈസ് മാത്രമുള്ളതൊന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതിൽ വീണ്ടും ചില്ലി മയോണൈസ് എടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക ചെയ്തത്. ഇനി നമ്മൾ ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മളെ ബ്രെഡിൻ്റെ കട്ട് ചെയ്ത ബാക്കിയുള്ള ഭാഗം കൊണ്ട് തന്നെയാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അത് വേസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ആദ്യം നല്ലോണം കൂട്ടി കൊടുക്കണം, പിന്നെ കുറച്ച് കൊടുക്കണം, പിന്നെ ഇടയ്ക്ക് കൂട്ടി കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് എണ്ണ കുടിക്കാതിരിക്കാനും പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. എന്നിട്ട് ഇത് നടുവിൽ കട്ട് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അത് മക്കളായിരുന്നു ചെയ്തു തന്നിരുന്നത്. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.